ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത് ഷുഡ് ഹാവിന്റെ ഉപയോഗമാണ്. ഷുഡ് ഹാവ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതണമായിരുന്നു, ഞാൻ എഴുതണമായിരുന്നു, നീ വരണമായിരുന്നു, അവർ ചെയ്യണമായിരുന്നു, ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഷുഡ് ഹാവ് ആണ്. ഷുഡ് ഹാവ്. ഷുഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നീ വരണം, യു ഷുഡ് കം, അവൻ പോകണം, ഹി ഷുഡ് ഗോ, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് നാം കാണുന്നത് നീ വരണമായിരുന്നു, ഞാൻ പോകണമായിരുന്നു, ഇത് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇങ്ങനെയുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് നമുക്കറിയാം. അവൻ പോകണമായിരുന്നു, സബ്ജക്റ്റ് ഏതാണ്? അവൻ. നീ വരണമായിരുന്നു, ആ വാചകത്തിലെ സബ്ജക്റ്റ് ഏതാണ്? നീ വരണമായിരുന്നു. അതുപോലെ സബ്ജക്റ്റിന്റെ കൂടെ ഷുഡ് ഹാവ് വയ്ക്കും. ഷുഡ് ഹാവിന്റെ കൂടെ വെർബിന്റെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വയ്ക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വുഡ് ഹാവ് കണ്ടു. അതേപോലെ തന്നെയാണ് ഈ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. അർത്ഥം വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതണമായിരുന്നു, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഷുഡ് ഹാവ് റിട്ടൺ. ഇംഗ്ലീഷിലെ 3 വാക്കുകളാണ് ഷുഡ് ഹാവ് റിട്ടൺ. ഇംഗ്ലീഷിലെ വെർബിന് ക്രിയയ്ക്ക് 3 വാക്കുകളുണ്ട്. മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ, എഴുതണമായിരുന്നു, ഒരു വാക്ക. ആ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി, ആ ഒരു വെർബ് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷിലെ 3 വാക്കുകൾ പറയണം. ഷുഡ് ഹാവ് റിട്ടൺ. എപ്പോഴും ഓർക്കുക, ഇതിലെ ഷുഡിന് പ്രത്യേക അർത്ഥമില്ല, ഹാവിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, റിട്ടണ് പ്രത്യേകിച്ച് അർത്ഥമില്ല. പക്ഷെ ഇത് 3ഉം കൂടി ഒരുമിച്ച് വരുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് എളുപ്പം. ഷുഡ് ഹാവ് റിട്ടൺ എഴുതണമായിരുന്നു, ഷുഡ് ഹാവ് ഗോൺ പോകണമായിരുന്നു, ഷുഡ് ഹാവ് കം വരണമായിരുന്നു, ഷുഡ് ഹാവ് സ്റ്റഡീഡ് പഠിക്കണമായിരുന്നു. ഈ രീതിയിൽ നമുക്ക് പറയാം. ഇവിടെ സിംഗുലർ പ്ലൂറൽ രണ്ടിനും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ഷുഡ് ഹാവ് റിട്ടൺ. ഞാൻ എഴുതണമായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എഴുതിയില്ല, അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എഴുതണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം. അവനെ സന്ദർശിക്കുവാൻ ടു വിസിറ്റ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അവനെ സന്ദർശിക്കുവാൻ ഞാൻ പോകണമായിരുന്നു. ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പോയില്ല. അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഐ ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം. ഇതുപോലെ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നേരത്തെ പഠിച്ചതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലും ഒഴുക്കോടെ ഇംഗ്ലീഷ് പറയാൻ നമുക്ക് സാധിക്കും. ഐ ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, ഐ ഷുഡ് ഹാവ് ഗോൺ ടു ഹെൽപ്പ് ഹിം, ഐ ഷുഡ് ഹാവ് ഗോൺ ടു ടീച്ച് ഹിം. ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഐ ഷുഡ് ഹാവ് കട്ട്. ഞാൻ മുറിക്കണമായിരുന്നു. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിളാ. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. കട്ട്. ആ വെർബ്സ് പഠിക്കണേ. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ്. ഹെൽപ്ഡ് അല്ല, ഹെൽപ്ഡ്. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ്, അങ്ങനെ ഉച്ചരിക്കുക, ഹെൽപ്ഡ്. ഓക്കെ. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ്, ഞാൻ സഹായിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് സങ്. ഞാൻ പാടണമായിരുന്നു. I should have asked. Asked അല്ല, asked. I should have asked. ഞാൻ ചോദിക്കണമായിരുന്നു. You നോക്കാം. You should have written. നീ എഴുതണമായിരുന്നു. You should have gone to visit him. അവനെ സന്ദർശിക്കുവാൻ നീ പോകണമായിരുന്നു. You should have cut. നീ മുറിക്കണമായിരുന്നു. You should have cut that tree. നീ ആ മരം മുറിക്കണമായിരുന്നു. അപ്പൊ ആ മരം അറിഞ്ഞ് നിന്റെ വീടിന്റെ മുകളിൽ വീണു. You should have cut that tree. നീ ആ മരം മുറിക്കണമായിരുന്നു. ഓക്കെ, അർത്ഥം മനസ്സിലായാല് ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. You should have helped. നീ സഹായിക്കണമായിരുന്നു. നീ എന്നെ സഹായിക്കണമായിരുന്നു. You should have helped me. നീ എന്നെ സഹായിക്കണമായിരുന്നു. You should have sung. നീ പാടണമായിരുന്നു.
നീ പാടണമായിരുന്നു. യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. നീ ചോദിക്കണമായിരുന്നു. അടുത്തത് ഹി വെച്ച ഹി സിംഗുലർ ആണ്, ഇത് തന്നെ ഉപയോഗിക്കുക. ഹി ഷുഡ് ഹാവ് റിട്ടേൺ. അവൻ എഴുതണമായിരുന്നു. ഹി ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം. ഹി ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം. അവനെ സന്ദർശിക്കുവാൻ അയാൾ പോകണമായിരുന്നു. ഹി ഷുഡ് ഹാവ് കട്ട്. അവൻ മുറിക്കണമായിരുന്നു. ഹി ഷുഡ് ഹാവ് ഹെൽപ്ഡ്. അവൻ സഹായിക്കണമായിരുന്നു. ഹി ഷുഡ് ഹാവ് സങ്. അവൻ പാടണമായിരുന്നു. ഹി ഷുഡ് ഹാവ് ആസ്ക്ഡ്. അവൻ ചോദിക്കണമായിരുന്നു. ഓക്കെ. അടുത്തത് ഷീ, അവൾ. ഇതേപോലെ തന്നെയാണ്, ഷീ സിംഗുലർ ആണ്, അവൾ. ഷീ ഷുഡ് ഹാവ് റിട്ടേൺ. ഷീ ഷുഡ് ഹാവ് റിട്ടേൺ. അവൾ എഴുതണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം. അവനെ സന്ദർശിക്കുവാൻ അവൾ പോകണമായിരുന്നു, അല്ലെങ്കിൽ അവൾ അവനെ സന്ദർശിക്കുവാൻ പോകണമായിരുന്നു. നമുക്ക് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മലയാളത്തിൽ പറയാം. ആ സ്വാതന്ത്ര്യം നമ്മുടെ ഭാഷയിൽ നമുക്കുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ അതിന് പരിമിതിയുണ്ട്. ഓക്കെ. ഷീ ഷുഡ് ഹാവ് ഹെൽപ്ഡ്. ഷീ ഷുഡ് ഹാവ് ഹെൽപ്ഡ്. അവൾ സഹായിക്കണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് സങ്. അവൾ പാടണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ആസ്ക്ഡ്. അവൾ ചോദിക്കണമായിരുന്നു. അടുത്തത് ദേ, അവർ അല്ലെങ്കിൽ ഇവർ, പ്ലൂറൽ ആണ്, ഇത് തന്നെ ഉപയോഗിക്കുക. ദേ ഷുഡ് ഹാവ് റിട്ടേൺ. അവർ എഴുതണമായിരുന്നു. ദേ ഷുഡ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം. അവനെ സന്ദർശിക്കുവാൻ അവർ പോകണമായിരുന്നു. ദേ ഷുഡ് ഹാവ് കട്ട്. അവർ മുറിക്കണമായിരുന്നു. ദേ ഷുഡ് ഹാവ് ഹെൽപ്ഡ്. അവർ സഹായിക്കണമായിരുന്നു. ദേ ഷുഡ് ഹാവ് സങ്. അവർ പാടണമായിരുന്നു. ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ്. അവർ ചോദിക്കണമായിരുന്നു. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ എളുപ്പമാണ്, മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ്. പക്ഷേ സംസാരിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ല എങ്കിൽ ഭാഷ ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. ഓക്കെ. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരാളെ കൂടി കിട്ടിയിട്ട് ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആളടുത്തുണ്ടാകണമെന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അതേ വയ്ക്കാവൂ, ഇവിടെ വേറൊന്നും വയ്ക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി 3 വാചകങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തെ വാചകമാണ് നമ്മൾ കണ്ടത്. ഐ ഷുഡ് ഹാവ് റിട്ടേൺ. ഞാൻ എഴുതണമായിരുന്നു. ഞാൻ എഴുതണമായിരുന്നു. ഈ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ലിസ്റ്റ് ഇല്ലാത്ത വെർബ്സ് ഒക്കെ പഠിക്കുക. അതുപോലെ പുതിയ വാക്കുകളും എല്ലാ ദിവസവും പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷിൽ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ,
പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ്, ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. bind, bound, bound, find, found, found, grind, ground, ground, wind, wound, wound. അത് ഈ വാക്കുകളുടെ, ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, 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 turn, turned, turned, tremble, 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 use, used, used. ഈ വെർബുകള് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ, ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകള് ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.